ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ കുറേ ദിവസം കൂടി ഞാനൊരു വ്ളോഗ് എടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, സ്കൂൾ തുറന്നപ്പോൾ അപ്പടി തിരക്കാണ്. പിള്ളേർക്കൊക്കെ രാവിലെ സ്കൂളിൽ പോകേണ്ട കാരണം അതിൻ്റെ കൂടെ നമുക്ക് വ്ളോഗ് എടുക്കാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. എന്താ വെച്ചാൽ രാവിലെ മോളുടെ വണ്ടി 8 മണി കഴിയുമ്പോൾ വരും. അപ്പോൾ അവൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ റെഡിയാക്കണം. അപ്പം നമുക്ക് വ്ളോഗ് എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എന്തായാലും ഒരു ചെറിയ മോർണിംഗ് വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ കിച്ചണിലേക്ക് കയറി ഒരു ചൂട് കാപ്പി വെച്ചുകൊണ്ട് തുടങ്ങാമെന്ന് ആലോചിച്ചു. ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടിന്ന് വലിയ ജോലികളൊന്നുമില്ല. അപ്പോൾ രാവിലത്തേന് മസാല ദോശ ഉണ്ടാക്കണമെന്നാണ് ഇന്നലെ വൈകിട്ട് അവർ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. അതിന് മുമ്പായിട്ട് കാപ്പി വെച്ചു. കാപ്പി കുടിച്ചിട്ടാണ് പണികളൊക്കെ തുടങ്ങുന്നത്. പിന്നെ കുട്ടികൾ എണീറ്റ് വരുമ്പോഴേ ഉള്ളൂ പാൽച്ചായയൊക്കെ വെക്കത്തുള്ളൂ. എനിക്ക് മാത്രം മതി കടും കാപ്പി. അത് ഞാൻ രാവിലെ എണീറ്റ ഉടനെ ചെയ്യുന്ന ഒരു ശീലമാണേ. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം കിടന്ന് ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ചതല്ല. അത് പഠിത്തമുള്ള ദിവസമൊക്കെ നമ്മൾ രാവിലെ എണീക്കുമല്ലോ ഫുഡൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, കുറച്ച് ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ നല്ല വെയിൽ ഉറച്ച് വരുന്നത്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇവിടെ മഴ തന്നെയാണ്. അപ്പോൾ തുണികളെല്ലാം ഉണക്കി മെഷീൻ്റെ അകത്തൊക്കെ ഇട്ട് ഉണക്കി എടുക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ വെയിലത്ത് ഉണങ്ങുന്നതിൻ്റെ ഒരു സുഖം കിട്ടത്തില്ലല്ലോ. പിന്നെ മുറ്റമാണല്ലോ ഒത്തിരി ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. അത് കാരണം ഞാൻ കിടന്നില്ല. വെയിൽ കണ്ടപ്പോൾ ചാടി എണീറ്റ്. ഇനി മഴ വരുമോ വെയിൽ ചതിക്കുമോ എന്നൊന്നും അറിയത്തില്ല. എന്നും ഞാൻ വിചാരിക്കുക രാവിലെയുള്ള ഈ കാപ്പി കുടിയൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യണം. അപ്പം ഷുഗറിൻ്റെ അംശമൊക്കെ ഒരുപാട് കുറയ്ക്കണം ഡെയിലി ലൈഫിൽ എന്നൊക്കെ വിചാരിക്കുക. പക്ഷേ എന്തോ നമ്മൾ നാളുകളായിട്ട് ശീലിച്ചു വന്ന ശീലങ്ങളൊക്കെ നമുക്ക് എത്ര ശ്രമിച്ചാലും മാറാൻ പറ്റില്ല. ഈ കാപ്പി കുടിച്ചാൽ ഒരു എനർജിയാണ്. ഇത് കുടിച്ചില്ലേ പിന്നെ ഒരു തലവേദനയോ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് മാത്രമേ ഉള്ളൂ രാവിലെ എണീച്ച ഉടനെ ഇങ്ങനെ ബ്ലാക്ക് കോഫി വേണം. കുട്ടികളൊക്കെ പാൽച്ചായയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അവർക്ക് ഈവനിങ് ചിലപ്പോൾ കുടിക്കുകയെ. അപ്പോൾ 2 ആഴ്ചയായിട്ടുള്ളൊരു ശീലമാണ് ഈ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ്. ആദ്യം ഞാൻ ഡേറ്റ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തോ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് പിള്ളേർ കഴിക്കുന്നത് കണ്ട് എനിക്കും ഇപ്പോൾ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് ഇല്ലാതെ പറ്റത്തില്ല. എണീച്ച ഉടനെ ഒരു 2-3 ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റും കഴിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒത്തിരി ലേറ്റായിട്ട് തന്നെ കഴിക്കുന്നത്. ഒരുവിധ ജോലികളൊക്കെ ഒതുക്കിയിട്ടേ സമാധാനമായിട്ടേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതിലും വരയ്ക്കും ഈ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ട് പിടിച്ച് നിൽക്കാവേ. അപ്പോൾ മസാലയ്ക്കുള്ള കിഴങ്ങും ക്യാരറ്റും ഒക്കെ അരിയുവാണ്. ക്യാരറ്റ് ഇങ്ങനെയൊക്കെ ഉള്ളൂ മക്കൾക്ക് എത്തിക്കാൻ പറ്റത്തില്ല. അവർക്ക് ക്യാരറ്റ് തോരൻ വെച്ചാലോ മെഴുക്കുവരട്ടി വെച്ചാലോ ഒന്നും കഴിക്കാൻ ഭയങ്കര പാടാണ്. ഇതുപോലെ മസാല ദോശയ്ക്ക് അതൊക്കെ ഏറെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് കഴിച്ചോളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവരെ ക്യാരറ്റൊക്കെ തീറ്റിക്കുന്നത്. ക്യാരറ്റ് ജ്യൂസൊന്നും അവർ കുടിക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അവരെ ക്യാരറ്റൊക്കെ തീറ്റിക്കുന്നത്. ഈ വ്ളോഗ് എടുക്കുമ്പോഴും മഴ പെയ്യില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഒരുപാട് തുണി വാഷ് ചെയ്യാനൊക്കെ ഉണ്ട്. എനിക്കിങ്ങനെ വെയിൽ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. പിന്നെ ക്യാരറ്റൊക്കെ അടുപ്പിൽ വെച്ചിട്ട് മസാല ദോശയ്ക്കുള്ള മസാലകൾ ഉണ്ടാക്കാനുള്ള കൂട്ടൊക്കെ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ പയ്യെ വന്ന് തൂത്ത് വരുവാണേ. പയ്യെ തൂത്ത് വരുന്നത്. ഡോറൊക്കെ അടച്ചിട്ടിരിക്കുക. പിള്ളേർ കിടന്ന് ഉറങ്ങുമല്ലോ. എന്തായാലും ഒരു 9 ആകാതെ വിളിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിത്തം ഇല്ലാത്ത ദിവസമുള്ളൂ കുറച്ചധികം നേരം ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം അവർ ശല്യം ചെയ്യേണ്ടെന്ന് ഓർത്ത് ഡോറൊക്കെ അടച്ചിട്ടിട്ട് ഹാളും ഡൈനിങ് ഏരിയ അങ്ങനെയുള്ള ഭാഗമൊക്കെ ഞാനൊന്ന് പെട്ടെന്ന് തൂത്ത് മാറ്റി. അപ്പോൾ ആ കൂടെ തന്നെ ഞാൻ കിച്ചണിലിരിക്കുന്ന ചെടിയിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി. എനിക്കിങ്ങനെ പച്ചപ്പ് ഗ്രീനറി ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അകത്ത് ചെടിയൊക്കെ കൊണ്ടുവെക്കുക. പ്രത്യേകിച്ച് മണി പ്ലാന്റിനോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങനെ വെച്ചിട്ടുണ്ട് വീടിനുള്ളിൽ. പക്ഷേ കുറേയൊക്കെ അങ്ങ് ചീഞ്ഞു പോവേ. അത് കാരണം ഇപ്പോൾ ഞാൻ ഒന്നരാട ദിവസങ്ങളിൽ അതിൻ്റെ വെള്ളം ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ 1 ആഴ്ച 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് വെള്ളം മാറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഒന്നരാട ദിവസങ്ങളിൽ ആ വെള്ളം അങ്ങ് മാറ്റി കൊടുക്കുകയും ഇനി അങ്ങനെ നോക്കാം ചീഞ്ഞു പോവോ ഇല്ലയോ എന്നേ. എനിക്ക് ഇങ്ങനെ മണി പ്ലാന്റിനോട് ഭയങ്കര ഒരു ക്രേസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവിടെ ഇവിടെയും ചെറിയ ചെറിയ പോട്ടിലെല്ലാം ചെടി വെച്ചിരിക്കുകയാണേ. അതൊക്കെ കാണുന്ന മനസ്സിൻ്റെ സന്തോഷമാണല്ലോ. നമുക്കിങ്ങനെ സങ്കടം മനസ്സിൽ വരുമ്പോഴത്തേക്കും ഈ ചെടികളെ നോക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുക. അപ്പം നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആകും. ഞാനങ്ങനെയൊക്കെയാണ് എന്നെ ഓക്കെ ആക്കി എടുക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. ഇപ്പോൾ കിഴങ്ങും ക്യാരറ്റൊക്കെ വെന്ത് ഇനിയിപ്പോൾ അതൊന്ന് താളിച്ച് കൊടുക്കുന്നു. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ 2 പച്ചമുളകും ഞാൻ ഈ കിഴങ്ങും ക്യാരറ്റും വേവിക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് അധികം എരിവൊന്നും വേണ്ട. പിന്നെ എനിക്ക് വലുതായിട്ട് എരിവിനോട് താല്പര്യമില്ല. അത് കാരണം ഒരു നുള്ള് ഗരം മസാലയും ഒരല്പം മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് ആ ഗ്രേവി റെഡിയാക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക്. ഞാനിങ്ങനെ മാവ് അരയ്ക്കുമ്പോഴത്തേക്ക് ഒരു 3-4 ദിവസത്തിനുള്ളത് ഏറെ അരച്ച് വെക്കുവേ. അരച്ച് വെച്ചിട്ട് അതായത് പുറത്ത് വെക്കുന്നതിന് മുമ്പ് അരച്ച ഉടനെ തന്നെ അത് കലക്കി ഓരോ ചെറിയ ബോക്സിനകത്താക്കി ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം നമുക്ക് ഓരോ ദിവസം എടുത്ത് ഓരോ ഐറ്റംസ് ഉണ്ടാക്കാവേ. അപ്പോൾ ഫസ്റ്റ് ഡേ ഇഡലി ഉണ്ടാക്കി, പിന്നത്തെ ദിവസം കുട്ടിദോശ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ഇന്നലെ നെയ്റോസ്റ്റ്, ഇന്ന് മസാല ദോശ. അങ്ങനെയാണ് അത് തീർക്കുന്നത്. ചിലപ്പോൾ റെഗുലറായിട്ട് എല്ലാ ദിവസവും എടുക്കും. ചിലപ്പോൾ ഞാൻ 1 ഇടവിട്ടുള്ള ദിവസം, ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോൾ എടുക്കും. അങ്ങനെയൊക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനാണല്ലോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത്, ഉച്ചയ്ക്കത്തെ ചോറ് എന്ത്. ഇപ്പോൾ എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ബ്രേക്ക്ഫാസ്റ്റേ ഉള്ളൂ ഉച്ചയ്ക്ക് കൊണ്ടുപോകത്തുള്ളൂ. ചോറ്
വൈകുന്നേരം ചിലപ്പോൾ മൂഡ് തോന്നിയാൽ വരുമ്പോൾ കഴിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും, അതായിരിക്കും കഴിക്കുന്നത്. ചോറിനോട് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ചോറ് തിന്നാൻ ഭയങ്കര മടിയാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തണുത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും കഴിക്കാനൊരു ബുദ്ധിമുട്ട് കാണും. നമ്മുടെ വീട്ടിൽ ചൂടോടെ കിട്ടുന്നതിൻ്റെ ഒരു ടേസ്റ്റൊന്നും വരത്തില്ലല്ലോ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ. അതുകൊണ്ട് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റാണ് അവർ കൊണ്ടുപോകത്തുള്ളൂ. ചോറ് എത്ര പറഞ്ഞാലും കൊണ്ടുപോകത്തില്ല. ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടെ കൂടുതലായിട്ട് കാണിക്കുന്നത് എൻ്റെ കിച്ചണിലെ വിശേഷങ്ങളാണ്. കാരണം എനിക്കതാണ്, ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലാണ്. എനിക്കിപ്പോൾ അവിടുത്തെ കാര്യങ്ങളെ കാണിക്കാനുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഗാർഡനിൻ്റെ കാര്യങ്ങളൊക്കെ ഇടും, അത് അപൂർവമായിട്ട് ഇടാറുള്ളൂ. പിന്നെ ഓരോ റെസിപ്പികൾ, പിന്നെ യാത്രകൾ. ഇപ്പോൾ യാത്ര പോയിട്ടൊക്കെ ഒത്തിരി ആയതുകൊണ്ട് യാത്രാ വ്ളോഗൊന്നും അങ്ങനത്തേക്ക് ഇടാറില്ല. ഇപ്പം വെക്കേഷനൊന്നും എനിക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് അധികം കിച്ചൺ വീഡിയോസൊക്കെയാണ്. അത് നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം എനിക്ക് കാണിക്കാനായിട്ട് കൂടുതലും കിച്ചണിലെ കാര്യങ്ങളൊക്കെയേ ഉള്ളൂ. ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ കിച്ചണാണ്. അതുകൊണ്ടാണ് അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോകളൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടോ, ബോറാകുന്നുണ്ടോ എന്നൊക്കെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് പറയാൻ മടിക്കരുതേ. ഒരു കണക്കിന് നോക്കിയാൽ രാവിലെ എത്രയും നേരത്തെ എഴുന്നേക്കാവോ അത്രയും നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, വീടിന് തന്നെ ഒരു ഐശ്വര്യം എന്ന് പറയും. രാവിലെ ജോലികളൊക്കെ തീരും. ഇപ്പം തന്നെ ഏതാണ്ട് 8 മണിയാകാറായതോളം എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ പരിപാടിയൊക്കെ ആയി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് തൂത്തുവാരി ചെറുതായിട്ടൊന്ന് ക്ലീനിങ് ഒക്കെ നടത്തി. അപ്പോൾ രാവിലെ ഏകദേശം രാവിലത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. ഇനിയിപ്പം തുണിയെല്ലാം ഒന്ന് ഉണക്കണം. പിന്നെ കുറച്ച് തുണി വാഷിങ്ങിലിടണം. അത് വെയിലുണ്ടെങ്കിലേ ഉള്ളൂ. വെയിലിൻ്റെ കാര്യം നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് ഓടിയാണ് മഴ പെയ്യുന്നത്. വെയിൽ ഉദിച്ച് നിൽക്കുന്നതും കാണാം, പെട്ടെന്ന് തന്നെ മഴ പിടിക്കുന്നതും കാണാം. പിന്നെ ഒരു സന്തോഷമുള്ള കാര്യം പറയാനായിട്ട്, എൻ്റെ റംബൂട്ടാൻ ഞാൻ വീഡിയോയുടെ ആദ്യമേ റംബൂട്ടാൻ്റെ ഇത് കാണിച്ചായിരുന്നു. ഫസ്റ്റ് ടൈമായിട്ട് റംബൂട്ടാൻ ഇങ്ങനെ കായ്ച്ചു. കൊഴിഞ്ഞു പോവോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇതിനു മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്ത് സൈഡ് വശത്ത് ഒരു റംബൂട്ടാൻ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഉണ്ടായി വന്നു. അത് നാടൻ റംബൂട്ടാനായിരുന്നു. അപ്പോൾ കുറച്ചിങ്ങനെ കായൊക്കെ ഉണ്ടായി വന്നിട്ട് അതെല്ലാം കൊഴിഞ്ഞു പോയി. അതുപോലെ ഇത് ബഡാണ്. ഇത് കൊഴിഞ്ഞു പോവുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഉണ്ടായപ്പോൾ ഒരു സന്തോഷം. നമുക്ക് റംബൂട്ടാൻ ഇഷ്ടംപോലെ ഫ്രണ്ട്സൊക്കെ കൊണ്ട് തരാറുണ്ട്. സീസൺ ആകുമ്പോൾ ഇഷ്ടംമാതിരി കിട്ടാറുണ്ട്. നമ്മുടെ തീയിലുണ്ടായിട്ട് അത് പറിച്ച് തിന്നുമ്പോൾ ഒരു പ്രത്യേക ആനന്ദമാണല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്നും നോക്കി നിൽക്കും. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഉണ്ടാവുകയാണെങ്കിൽ കാണിച്ച് വീഡിയോ എടുത്തിടാവേ. മസാല ദോശ ആദ്യത്തെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ ചെറുതായിട്ട് കരിഞ്ഞു പോയി. എന്നാലും സാരമില്ല, കരിഞ്ഞത് നല്ല മുരിഞ്ഞിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. കൊണ്ട് നെയ്യും കൂടെയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അഭിപ്രായങ്ങൾ കമൻറ്റ്